ഹലോ ഫ്രണ്ട്സ്, ഇന്നാണ് ഞങ്ങളുടെ കോളേജിന്റെ കൾച്ചറൽ ടൂർ. മാൾട്ടയിൽ എത്തിയിരിക്കുന്ന പുതിയ സ്റ്റുഡൻസിന് ഐലൻഡ് ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടി കോളേജ് കണ്ടുപിടിച്ച ഒരു സംവിധാനമാണ് ഈ ഒരു കൾച്ചറൽ ടൂർ. പക്ഷെ ഇത്രയും ദിവസം പെയ്യാതിരുന്ന മഴ മുഴുവൻ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് പെയ്യുമെന്ന രീതിയിലാണ് മഴയുടെ അവസ്ഥ. ഐലൻഡ് മുഴുവൻ ബസ്സിലിരുന്ന് കാണേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. 9 മണിക്ക് എത്തേണ്ട കോളേജിൽ ഈ മഴയെ തോടി പിടിച്ചെത്തിയപ്പോൾ 9:30 അതിനിടയ്ക്ക് പറ്റിയൊരു ഡാമേജ് ആണിത്. മഴയാണെങ്കിലും നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. ആ ഒരു വ്യൂ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. മാൾട്ടയിലെ കടൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഈ തണുപ്പത്തും മഴയത്തും കാറ്റത്തൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ തണുത്ത് വിറച്ച് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, എല്ലാം കണ്ടേക്കാം. അടുത്ത നമ്മൾ ചെല്ലുന്നത് വലൈറ്റയിലേക്കാണ്, ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് മാൾട്ട. ഇവിടെ എത്തിയപ്പോഴേക്കും മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായി. ഈ ഒരു ലൊക്കേഷനൊക്കെ കാണുമ്പോൾ എനിക്ക് രാജമൗലിയുടെ ബാഹുബലി സിനിമയാണ് ഓർമ്മ വരുന്നത്. ഇവിടെയാണെങ്കിൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്നും 12 മണിക്ക് ഗൺഫയർ ഉണ്ടായിരിക്കും. ഇതാണ് വലൈറ്റയിലെ സെൻട്രൽ ഫൗണ്ടെയിൻ. ബാഹുബലി സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചൊരു കൂട്ടുകാരി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ടൂറിലെ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. പിന്നീട് മഴയത്ത് കൊടയൊക്കെ പിടിച്ച് ഞങ്ങൾ വലയറ്റ് കണ്ടിങ്ങനെ നടന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ചെന്നത് ഡിംഗ്ലി ക്ലിഫിലേക്കാണ്. ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ്. മാൾട്ട ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ പോയിന്റാണ് ഡിംഗ്ലി ക്ലിഫ്. സീ ലെവലിൽ നിന്നും ഏകദേശം 253 മീറ്ററാണ് ഇതിന്റെ ഉയരം. ബൈബിളിൽ പല പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ള മേരി മഗ്ദലനയുടെ ഒരു ചാപ്പലും നമുക്ക് ഡിംഗ്ലി ക്ലിഫിൽ കാണാൻ കഴിയുന്നു. ഇവിടെ ദ പ്ലേസ് വെയർ സ്കൈ ആൻഡ് സീ മീറ്റ് എന്നാണ് പറയുന്നത്. ആകാശവും കടലും കൂടിച്ചേരുന്നൊരിടം. കടൽ ഏതാണ് ആകാശം ഏതാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരിങ്ങനെ ചേർന്ന് കിടക്കുകയാണ്.